ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വാവനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ. വാവ ജനിച്ച സമയത്ത് മഞ്ഞപ്പ് ഉണ്ടായിരുന്നതുകൊണ്ട് ഫോട്ടോ തെറാപ്പി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഡോക്ടറിനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൺസൾട്ട് ചെയ്യണമെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഡിസ്ചാർജായി വരുന്ന സമയത്ത് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. കൂടാതെ അൺഓസിഫൈഡ് നാസൽ ബോണ്ട് ഇഷ്യൂ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തിയതിൻ്റെ റിസൾട്ട് ഒരു 10 ദിവസം കഴിഞ്ഞാണ് വന്നത്. അപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചത് കൊണ്ട് എന്തായാലും വാവനെയും കൊണ്ട് ഇന്ന് പോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ ചെന്ന് വാവനെ കാണിച്ചു, റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു. അതിനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഫിസിയോതെറാപ്പിസ്റ്റിനെ കാണേണ്ടി വന്നു. കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എല്ലാ ദിവസവും 3 നേരം വാവനെ ചെയ്യിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റലിൽ നമുക്കൊരു കോംപ്ലിമെൻ്ററി ഷൂട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഷൂട്ടിൻ്റെ ഫ്രെയിം എൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ആ ഫ്രെയിം കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ തോപ്പുംപടി പാലത്തിൻ്റെ അടുത്ത് പോയിട്ട് അവിടെ നിന്ന് 2 പെട്ടി സ്ട്രോബെറി 150 രൂപയ്ക്ക് ആ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ടോ. ക്വാളിറ്റിയൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ വരുന്ന വഴി ഞങ്ങൾ അവിൽ മിൽക്ക് കഴിക്കാൻ വേണ്ടി കയറി. കാരണം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ടായിരുന്നു. ഹോട്ടലിലൊന്നും നമ്മൾ വാവനായിട്ട് കയറി ഫുഡ് കഴിക്കാൻ നിന്നില്ല കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് വണ്ടിയിൽ വെച്ച് തന്നെ വാങ്ങിച്ചിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അതിന് വരുന്ന വഴി രാമൻ്റെ സ്കൂളിൽ വിടാനുള്ള സമയമായതുകൊണ്ട് അവനെയും കൂടി ഞങ്ങൾ പിക്ക് ചെയ്തു. പിന്നെ വാവയ്ക്ക് 2 ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ലാമിയ ബേബി സ്റ്റുഡിയോയിൽ കയറി കേട്ടോ. അപ്പോൾ അവിടെ നല്ല ഷൂവിൻ്റെയൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാമനിത് ഈ ഒരു സംഭവം വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി ഓട്ടോയിൽ കയറിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വെച്ചും ഇങ്ങനെ നിൽക്കിയൊക്കെ കളിക്കായിരുന്നു. അപ്പോൾ മെയിനായിട്ട് ഇന്ന് എന്തായ കാര്യം വാവയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു. അതിലൊന്നും ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹാപ്പിനെസ്സും അങ്ങനെ പിന്നെ ഈ ഒരു ഫ്രെയിം കിട്ടിയതിൻ്റെ ഹാപ്പിനെസ്സാണ് കേട്ടോ എനിക്ക്. രാമനും അച്ഛനും ഇങ്ങനെ ചെയ്യിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇതുവരെ എനിക്ക് പറ്റിയില്ല. വാവയുടെ അങ്ങനെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോൾ അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.